ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങൾ തമ്പനയിൽ കണ്ടാണ്. നമ്മുടെ 3 കഫ്താൻ വെറൈറ്റിയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ജനറലായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പാറ്റേൺ എന്നൊക്കെ കാണിച്ചു തരികയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇൻഡിവിജ്വൽ ആയിട്ട് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാറ്റേണുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. 3 ഡിസൈൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്നത് സ്ട്രെയിറ്റ് കട്ട്, സാധാരണ നമ്മുടെ കഫ്താൻ പാറ്റേണിൽ, പക്ഷെ വള്ളിയും കെട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ ബോഡി ഷേപ്പിന് അനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കുന്ന പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്തേക്കുന്നത് അംബർല കഫ്താനാണ്. അതും നല്ല ഷേപ്പിൽ തന്നെ ചെയ്യാവുന്ന ആ ഒരു മോഡലിൽ തന്നെ, വള്ളിയൊന്നും ഇല്ലാണ്ട്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതെല്ലാം നല്ല ഭംഗിയാണ്, നമുക്ക് ഇടാനും വളരെ കംഫർട്ടബിൾ ആണ്. മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് യോഗ് പോർഷനിലേക്ക് കഫ്താൻ മോഡലിൽ വന്നിട്ട് താഴത്തേക്ക് എ ലൈനാണ്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മാത്രമല്ല, നമുക്ക് വെയർ ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നൈറ്റി ഡിസൈൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ കെട്ടുന്ന പാറ്റേണിലാണല്ലോ ചെയ്തത്, ഇത് അങ്ങനെയല്ല. അപ്പം പാറ്റേണിൽ എല്ലാത്തിലും തന്നെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കട്ടിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പം അത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത് ഞാൻ ഇൻഡിവിജ്വൽ വീഡിയോ പുറകെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കമൻ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഗീവ് അവേയിലെ 3ാമത്തെ വീഡിയോയാണ്. ഗീവ് അവേയിലെ ഐറ്റം എന്താണെന്നുള്ളത് വീഡിയോയുടെ ഇടയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ? എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഈ വീഡിയോ 2 വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ കമൻ്റ് ഇടുക. ഇന്നത്തെ കമൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 3 ഡിസൈനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാറ്റേൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഇന്ന് നമ്മൾ 3 കഫ്താൻ ഡിസൈൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. കഫ്താൻ ഡിസൈൻസ് 3 എനിക്ക് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കഫ്താൻ വരുന്നത് നമ്മുടെ സാധാരണ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ചെയ്യുന്ന 4 സൈഡും സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് സ്ക്വയർ ഷേപ്പിൽ വരുന്ന പാറ്റേണിലാണ്. അതിൻ്റെ നെക്ക് നമ്മളിങ്ങനെ യു വന്നിട്ട് വി ഷേപ്പിലേക്ക് വരുന്ന പാറ്റേണിലാണ് നമ്മൾ നെക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ സൈഡിലും നമ്മൾ ഈ ഒരു നെക്കിന് വെച്ച അതേ ലേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അടിവശത്ത് നമ്മൾ ഈ ഒരു ലേസ്, വീതി കൂടിയ ലേസ് ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ലേസ് വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഈ ഒരു കഫ്താൻ വരുന്നത്. ഇതിന് നമ്മൾ വള്ളിയോ കെട്ടോ അങ്ങനെയൊന്നുമില്ല, കറക്റ്റ് നമ്മുടെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് വിത്ത് ലൈനിങ്ങിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കഫ്താൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ കഫ്താൻ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഇത് നമ്മൾ അംബർല മോഡലിലാണ് ചെയ്തേക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് ബട്ടർഫ്ലൈ കഫ്താൻ എന്നാണ്. ഇതിൻ്റെ ഈ ഒരു കഫ്താൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി, ഷോൾഡറിൻ്റെ അവിടെ കൂടിയാണ് ജോയിൻറ്റ് വരുന്നത്. ഇതിന് മുന്നേ കാണിച്ച നമ്മൾ കഫ്താനിൽ ഷോൾഡറിലൊന്നും ജോയിൻ്റ് ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെ ഇതിന് വന്നിട്ട് നമ്മൾ അംബർല മോഡലിൽ വന്നിട്ട് എല്ലാ സൈഡിലും നമ്മൾ പോംപോൺ ലേസാണ് കൊടുത്തിരിക്കുന്നത്. പോംപോ ലേസിൻ്റെ ഏറ്റവും അടിവശമൊക്കെ നമ്മൾ ആ ഒരു കേവ് ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനും നമ്മൾ വള്ളിയോ അങ്ങനെയൊന്നുമില്ല, വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഷേപ്പ് ചെയ്തേക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബോഡി മെഷർമെൻ്റ് അനുസരിച്ച് ഷേപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിസൈൻ. അടുത്ത നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഇതിൽ നമ്മൾ ഫുള്ളി കഫ്താൻ അല്ല, യോക്ക് പോർഷൻ്റെ ഭാഗം മാത്രമാണ് കഫ്താൻ മോഡലിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ നെക്ക് പാറ്റേണിൽ നമ്മൾ ചെറിയൊരു ബീഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ബാൻഡ് ജോയിൻറ്റ് ചെയ്യുന്ന അവിടെ നമ്മളൊരു ലേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ അവിടെ വരുന്നത് നമ്മളിങ്ങനെ
വലിച്ച് കെട്ടാവുന്ന രീതിയിൽ വള്ളിയോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഹാങ്ങിങ്ങുമാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഹാങ്ങിങ് മേക്കിംഗ് ഞാൻ ഓൾറെഡി ഷോർട്സിലിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇത് നമ്മൾ ലൈനിങ് ഇട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ആ പാറ്റേണിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ എല്ലാ പാറ്റേണിലും വന്നേക്കുന്നത് പ്ലീറ്റഡ് ആയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ യോക്കിന്ന് താഴത്തേക്ക് വരുന്ന സ്കേർട്ട് പോർഷനിൽ നമ്മൾ എ ലൈനായിട്ടാണ് ചെയ്തേക്കുന്നത്. എ ലൈൻ ആകുമ്പോൾ ഇത്തിരി വണ്ണം കുറവ് തോന്നിക്കാൻ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അടിവശം നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതും നമ്മൾ ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ ഗീവ് അവേയിലെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു സ്കേർട്ടും ടോപ്പുമാണ്. ഇതൊരു ടോപ്പ്, അതിൻ്റെ സ്കേർട്ട് വരുന്നത് 2 സ്കേർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? ഗീവ് അവേയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ 2 വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്